നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോകളിൽ പോക്സോയെ കുറിച്ചും അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടുള്ള ചില ഇനീഷ്യൽ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ നിയമ വ്യവസ്ഥിതിയിൽ തന്നെ യഥാർത്ഥത്തിൽ ബേസ്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ മൊത്തം ഒരു ആണിക്കല്ലായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് ഭീംറാവു അംബേദ്കർ പറഞ്ഞ വാക്കാണ്, എന്നാണോ കോൺസ്റ്റിറ്റ്യൂഷൻ യഥാർത്ഥത്തിൽ പാലിക്കപ്പെടാതിരിക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്നത് അന്ന് ആദ്യം പരാജയപ്പെടുന്നത് ഞാനാണ് എന്നാണ്. സത്യത്തിൽ അന്ന് എഴുതിയിരുന്ന ദീർഘവീക്ഷണം ചെയ്തതിന് എല്ലാവരും കണ്ടിരുന്നത് ലോകത്തിന് മുഴുവനും നിയമ അതുപോലെ തന്നെ നടപടിക്രമങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ഇന്ത്യയിലുള്ള മൊത്തം നിയമങ്ങളുടെ ഒരു ഉപരിഘടനയാണ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള വേരുകളിൽ നിന്നുള്ള ഓരോ വേരുകളുടെ കണ്ണികളാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള നിയമങ്ങൾ. അത് ഇന്ത്യൻ പീനൽ കോഡായാലും ക്രിമിനൽ പ്രൊസീജിയർ കോഡായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും, പോക്സോ ഉൾപ്പെടെ എല്ലാ നിയമങ്ങളും. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചറാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരുപാട് ആർട്ടിക്കിൾസ് ആയിട്ടാണ് പറയുക. സാധാരണ നമ്മൾ നിയമത്തിൽ പറയുന്നത് സെക്ഷൻസ് ആയിട്ടാണ്. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രതിപാദിക്കുന്ന ഓരോ ഇതിനെയും ഭാഗത്തെയും പറയുന്നത് ആർട്ടിക്കിൾസ് എന്നാണ്. ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3, ആർട്ടിക്കിൾ 4 അങ്ങനെയാണ് പറയുന്നത്. അതിനെ പലതരത്തിൽ ഭാഗമാക്കിയിട്ടുണ്ട്. അതിൽ ഭാഗമാക്കിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിനൊക്കെ മുമ്പ് പറയുന്നുണ്ട് പ്രിയാമ്പിൾ ആണ്, അതായത് ആമുഖം. ആമുഖം എന്ന് പറയുന്നത് നെഹ്റു ആമുഖത്തെ വിശേഷിപ്പിച്ചുള്ളത് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, ഇന്ത്യയുടെ ആത്മാവ് എന്നാണ് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവ് എന്നാണ് പറയുന്നത്. അതായത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ വാതിൽ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നത്, അതിന്റെ മൊത്തം ഒരു ആവശ്യകത, ലക്ഷ്യം, ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പ്രതിപാദിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയാമ്പിൾ. പ്രിയാമ്പിളാണ് യഥാർത്ഥത്തിൽ ഒരുപാട് തുടക്കത്തിൽ എഴുതിയിട്ടുള്ളത്. വി ആർ ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ള സെക്കുലറിസ്റ്റിക്, ഫെഡറൽ സിസ്റ്റം ഒക്കെ നിർവചിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയാമ്പിളാണ്. ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ സോവറിറ്റി എന്താണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പ്രിയാമ്പിളാണ്. അതിലാണ് യഥാർത്ഥത്തിൽ നാനാത്വത്തിൽ ഏകത്വം തുടങ്ങിയ ഏറ്റവും മൗലികമായിട്ടുള്ള ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ആ വാചകങ്ങൾ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലാണ്. അതുപോലെ തന്നെ 42ാമത്തെ അമെൻമെന്റിൽ വീണ്ടും റിപ്പബ്ലിക് എന്ന് കൂട്ടിച്ചേർത്തതും സെക്കുലറിസം എന്ന് കൂട്ടിച്ചേർത്തതും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ പ്രിയാമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ മാറ്റാൻ പറ്റാത്തതുമായിട്ടുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ പ്രിയാമ്പിൾ കഴിഞ്ഞാൽ പിന്നെ വന്നത് സെക്ഷൻസ് ആണ്. ആർട്ടിക്കിൾ 1, 2, 3 എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിനെ 3 ഷെഡ്യൂളുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 3 4 5 ഷെഡ്യൂളുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 1ാമത്തെ ഷെഡ്യൂൾ, 2ാമത്തെ ഷെഡ്യൂൾ, 3ാമത്തെ ഷെഡ്യൂൾ, 4ാമത്തെ ഷെഡ്യൂൾ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതിൽ ഓരോ ഷെഡ്യൂളുകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. സെൻട്രൽ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് നേരിട്ട് ഇടപെടാൻ പറ്റിയിട്ടുള്ള നിയമങ്ങളും ഇടപെടാൻ പറ്റിയിട്ടുള്ള സാഹചര്യം. ഫോർ എക്സാമ്പിൾ ടാക്സിന്റെ കാര്യങ്ങളിലൊക്കെ സെൻട്രലിന് മാത്രം നിർവചിക്കാൻ പറ്റിയ ടാക്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ CAA NRC ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അത് സെൻട്രലിന്റെ പവറാണ് CAA NRC എന്ന് പറയാനുള്ള കാരണം കൃത്യമായിട്ടിട്ട് എനിക്ക് തോന്നുന്നത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുക. ആരാണ് ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്നത്. ആ ആർട്ടിക്കിൾസിൽ മാറ്റം വരുത്തുന്നതിനും ആ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നതിനും അൾട്ടർ ചെയ്യുന്നതിനും അമെൻഡ് ചെയ്യുന്നതിനും ഒക്കെ സെൻട്രൽ ഗവൺമെന്റിനാണ് പരമാധികാരമുള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് പരമാധികാരമുള്ളതും സെൻട്രൽ ഇടപെടരുത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ആർട്ടിക്കിൾസ് വേറെയുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും അല്ലാതെ സെൻട്രലിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനും കൃത്യമായിട്ട് 2 കൂട്ടർക്കും കൂടി ഇടപെടാം എന്ന് പറയുന്ന ആർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 to 11 വരെയൊക്കെ പറയുന്നത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ കിടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊന്നാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അതായത് ഭാഗം 3. ഭാഗം 3ലാണ് യഥാർത്ഥത്തിൽ, ഭാഗം 3ലാണ് യഥാർത്ഥത്തിൽ കൃത്യമായി പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് സ്റ്റേറ്റിൽ നിന്ന് സെക്യൂരിറ്റി കിട്ടണം എന്നുള്ളിടത്ത് അത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അതായത് നമ്മുടെ സംസ്ഥാനമോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പബ്ലിക് സെർവൻറ്റോ
അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഗവൺമെന്റുമായിട്ട് റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ പോലും നമ്മുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോടതിയെ സമീപിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാനും ആ റൈറ്റ് നമുക്ക് നൽകുന്നതും അല്ലെങ്കിൽ ആ റൈറ്റ് നമുക്ക് കൺഫേർ ചെയ്യുന്നതുമായിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് യഥാർത്ഥത്തിൽ പാർട്ട് 3 പറയുന്നത്. അത് തുടങ്ങുന്നത് ആർട്ടിക്കിൾ 14 മുതൽക്കാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഈക്വാലിറ്റി മുതൽ. അതുകൊണ്ട് തന്നെയാണ് CA NRC വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 14 നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തത്. എല്ലാ വ്യക്തികൾക്കും തുല്യതക്കുള്ള അവകാശമുണ്ട്, ആയതിനാൽ CA NRC പോലെയുള്ളത് അതിന് വിപരീതമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ആർട്ടിക്കിൾ 15, 16 എന്ന് തുടങ്ങിയതിലൊക്കെ ഒരു പൗരന് സിറ്റിസൺഷിപ്പ്, ഒരു സിറ്റിസണ് കൃത്യമായിട്ട് കിട്ടേണ്ട എല്ലാ വിധത്തിലുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പാർട്ട് 3 അതിൽ ഒരു വ്യക്തിക്കുള്ള റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഡിഗ്നിറ്റി, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് ഉൾപ്പെടെ ഇതിനെല്ലാം അപ്പുറത്ത് റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, നിങ്ങളുടെ മതം പ്രചരിപ്പിക്കുന്നതിനും മതത്തെ പഠിപ്പിക്കുന്നതിനുള്ള അവകാശം മുതൽ എല്ലാം ഉൾപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ആർട്ടിക്കിൾസിലാണ് വരുന്നത്. അത്തരത്തിൽ ഒരുപാട് ആർട്ടിക്കിൾ പറഞ്ഞു തരുന്ന ഒന്നാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. മറ്റൊന്നാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. പാർട്ട് 4 ഇതുപോലെ തന്നെ DPSP, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കേണ്ട സമയത്ത് വളരെ വ്യക്തമായിട്ട് ആർട്ടിക്കിൾ പാർട്ട് 3ക്ക് ശേഷം പാർട്ട് 4 ഭാഗങ്ങൾ എഴുതിയിട്ട് അത് ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞു നിങ്ങളിത് നടപ്പിലാക്കണം, അതായത് വരുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളിത് നടപ്പിലാക്കണം എന്ന് പറയുന്ന ചില സംഭവങ്ങളാണ്. അപ്പോൾ പാർട്ട് 4ന്റെ യഥാർത്ഥമായിട്ടുള്ളൊരു സത്ത അല്ലെങ്കിൽ പാർട്ട് 4ന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ കിടപ്പ് എന്ന് പറയുന്നത് അതൊരു കൃത്യമായിട്ട് നിർവചിച്ചൊരു നിയമമല്ല, പക്ഷേ അതിൻ്റെതായിട്ടുള്ള വാലിഡിറ്റി ഉണ്ട്. അത് നിയമമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റുകളോടും സെൻട്രലിനോടും നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ. അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ ഈ DPSPയിലുള്ള പല കാര്യങ്ങളും പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ആർട്ടിക്കിൾ 21 പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 21A പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടും വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം എന്ന് പറയുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ട് 21A. അതിൽ കൃത്യമായി പറയുന്നുണ്ട് അത് DPSPയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ രാജ്യത്തിന് വേണമെങ്കിൽ നടപ്പിലാക്കാം എന്ന് DPSPയിൽ പറഞ്ഞതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി പലതവണ ശ്രമിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ DPSP നമ്മൾ പാർട്ട് 3 പറഞ്ഞു, പാർട്ട് 4 പറഞ്ഞു. ഇനി പാർട്ട് 3 മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് യഥാർത്ഥത്തിൽ പാർട്ട് 3 നമുക്ക് റൈറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റുകളൊന്നും കിട്ടിയിട്ടില്ല, നമുക്ക് കോടതിയെ സമീപിക്കാം. അതിലേറ്റവും പ്രധാനമായിട്ട് പാർട്ട് 3 ആണ്. പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്, ഒരു മനുഷ്യന് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കേണ്ട, അയാൾ പൗരനാണെങ്കിൽ നിർബന്ധമായും കിട്ടിയിരിക്കേണ്ട യഥാർത്ഥത്തിലുള്ള അയാളുടെ അവകാശമാണ് പാർട്ട് 3, ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ. അത് തടയപ്പെട്ടാൽ നമുക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയുമാണ് നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പോലീസുകാരൻ നിങ്ങളൊരു കേസുമായിട്ട് ചെല്ലുകയാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട റൈറ്റാണ് നിങ്ങളുടെ പരാതി സ്വീകരിക്കുകയും 24 മണിക്കൂറിനുള്ളിൽ ഫെയർ ആയിട്ടുള്ള കേസാണെങ്കിൽ FIR ഇടുക എന്നുള്ളതും. അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടേണ്ട റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ വ്യക്തികളുടെയും അതുപോലെ FIR ഇടുന്നുണ്ട്, നിങ്ങളത് ഇടുന്നില്ല, നിങ്ങളുടെ പോലീസ് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റ് ഈക്വാലിറ്റിയുടെ വയലേഷനാണ്. നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്തുകൊണ്ട് നേരിട്ട് ഹൈക്കോടതിയിൽ പോവാം. അതിന് കൃത്യമായിട്ട് ഓരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ സമീപിക്കണമെന്നും ഏത് രീതിയിലെന്നും പറയാം. അതിന്റെ റിട്ടുകൾ എന്ന് പറയാറുണ്ട്, പൊതു താല്പര്യ ഹർജികൾ എന്ന് പറയാറുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ കൃത്യമായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.